പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗ്ഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗ്ഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 മെയ് മാസം 29 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നാം പ്രാർത്ഥിച്ചതിനേക്കാൾ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക്, രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്, നാം പ്രാർത്ഥിച്ചതിനേക്കാൾ, നാം അപേക്ഷിച്ചതിനേക്കാൾ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നാം വായിച്ച വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, ബെഥെസ്ദ കുളക്കടവിൽ 38 വർഷമായി രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. ഇതാ 38 വർഷമായി ഇവൻ ഒരു ദൈവപ്രവൃത്തിക്കായി, ഒരു വലിയ സൗഖ്യത്തിനായി ഇവൻ കാത്തു കിടക്കുകയാണ് അവിടെ. ഈ 38 വർഷത്തെയും തൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, അതാത് സമയങ്ങളിൽ ദൂതൻ ആ കുളത്തിൽ ഇറങ്ങും. ആദ്യം ഇറങ്ങുന്നവനാണ് സൗഖ്യം കിട്ടുന്നത്. തന്നെ ആരെങ്കിലും സഹായിച്ച് തനിക്ക് എങ്ങനെയും ആ കുളത്തിൽ ഇറങ്ങണമെന്നുള്ളതാണ് തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്. എങ്ങനെയും ആ കുളത്തിൽ ഇറങ്ങി ഒരു സൗഖ്യം പ്രാപിക്കണമെന്നുള്ളതാണ്. എന്നാൽ അത് കണ്ട യേശു കർത്താവ് തൻ്റെ അടുക്കലേക്ക് വന്നു. തനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് തന്നോട് ചോദിക്കുമ്പോൾ താൻ പറഞ്ഞ വേദഭാഗമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. ആ കുളത്തിൽ എന്നെ ഇറക്കുവാൻ എനിക്ക് ആരും സഹായമില്ല. എന്നെ കേൾക്കുന്നവരെ, ഇവൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ആരെങ്കിലും സഹായിച്ച് ആ കുളത്തിൽ ഇറക്കണമെന്നുള്ളതാണ്. ഞാൻ വചന പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ചരിത്രം നോക്കിയപ്പോൾ 1 വർഷത്തിൽ 3 പ്രാവശ്യമാണ് ആ കുളത്തിൽ ദൂതൻ ഇറങ്ങുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, 114 പ്രാവശ്യം ഇവൻ്റെ കണ്ണുകൾ കൊണ്ട് ദൂതൻ വെള്ളം കലക്കുന്നത് കണ്ടിട്ടുണ്ട്. 114 പ്രാവശ്യവും ഇവന് വിടുതലിന് വേണ്ടി ഇവൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവന് മുമ്പേ ആരോ ആ വിടുതൽ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇവൻ്റെ പ്രാർത്ഥന, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ച് എനിക്ക് ആ വിടുതൽ കിട്ടണമെന്നുള്ളതാണ്. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, ഇനി നീ ആ വെള്ളത്തിൽ ഇറങ്ങണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ മറുപടിയാകുകയാണ്. നീ നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളും ഞാനും പ്രാർത്ഥിച്ചതിനേക്കാൾ വലിയ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ നാളുകൾ നീ മുട്ടിക്കൊണ്ടിരിക്കുന്നതിനകത്തുനിന്ന് നിനക്കൊരു വാതിൽ തുറക്കാൻ പോവുകയാണ്. നിന്റെ വിഷയത്തെക്കാൾ വലിയൊരു ദൈവപ്രവൃത്തി ഇതാ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഈ വചന പശ്ചാത്തലം ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ, ഇവൻ അനേക പ്രാവശ്യം ശ്രമിച്ചിട്ടും നടക്കാഞ്ഞത്, ഇവന്റെ വിഷമത്തിൽ, ഇവന്റെ ഏകാന്തതകളിൽ, ആരും ഇനി അവനെ സഹായിക്കാനില്ല എന്നുള്ള തോന്നലുകളിൽ എൻ്റെ ദൈവം നേരിട്ടിറങ്ങി വന്നിട്ട് പറയാണ്, നീ ഇനി ആ കുളത്തിലോട്ട് ഇറങ്ങണ്ട, നീ ഇനി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ വാക്കിനാൽ നീ സൗഖ്യമാകുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ദിവസം ദൈവശബ്ദത്താൽ ചില കുടുംബങ്ങളുടെ വഴി തുറക്കാൻ പോവുകയാണ്. ചില വ്യക്തികൾ അസാധാരണമായ ദൈവപ്രവൃത്തിയിലേക്ക് വരികയാണ്. നാളുകൾ കരഞ്ഞ, നാളുകൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് അസാധാരണ മറുപടി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ യേശു ആ മനുഷ്യനെ തൻ്റെ വാക്കിനാൽ സൗഖ്യമാക്കുകയാണ്.
നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ചോദിച്ചതോ നിങ്ങൾ നനച്ചതോ അല്ല നിങ്ങൾക്ക് മറുപടിയായി ദൈവം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു വലിയ കൊയ്ത്ത് നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നാളുകൾ തലകുനിഞ്ഞു നിന്ന വിഷയത്തിനകത്ത് വലിയ എഴുന്നേൽപ്പ് സംഭവിക്കാൻ പോവുകയാണ്. ഒരു ഭാഗം കൂടെ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണ്. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, 2-ാമത്തെ വാക്യം, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലവർ ചുമന്നുകൊണ്ടുവന്ന് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിക്കുവാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്താറുണ്ട്. ഈ വചന പശ്ചാത്തലം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് സുപരിചിതമാണ് ഈ വചനം. ഇതാ ദിനം പ്രതി ആ മുടന്തനായ മനുഷ്യനെ ആലയത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തുകയാണ്. അവനെന്നും യാചകനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എന്നാൽ ഇതാ ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ ആലയത്തിലേക്ക് കയറുമ്പോൾ ഈ മനുഷ്യനെ കാണുകയാണ്. അവൻ ആഗ്രഹിച്ചതും അവൻ അപേക്ഷിച്ചതും ഇന്ന് എനിക്കുള്ളത് എന്തെങ്കിലും തരണമേ എന്നുള്ളതാണ്. എൻ്റെ യാചനയിൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ താഴോട്ടുള്ള വാക്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടക്കുവാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. 4-ാമത്തെ വാക്യം, പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുവിൻ എന്ന് പറഞ്ഞു. 5-ാമത്തെ വാക്യം, അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. 6-ാമത്തെ വാക്യം, അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, അവനെ ഉറ്റുനോക്കി ഇപ്പോൾ വല്ലതും ലഭിക്കുമെന്ന് കരുതി. അവൻ്റെ അപേക്ഷ എനിക്ക് എന്തെങ്കിലും തരണമെന്നുള്ളതാണ്. പക്ഷേ അവന് വേണ്ടി ദൈവം അപ്പോസ്തലന്മാരിലൂടെ കരുതിയത്, ഇനി നീ ഒരിക്കലും യാചകനായിരിക്കേണ്ട, നീ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദേശത്തിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വലിയ വിടുതൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം പകരുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നോട് ദൈവം പറഞ്ഞത്, നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടതിനകത്ത്, നാളുകൾ വിഷമിച്ച മേഖലകളിൽ നിന്ന് ഇതാ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ പ്രാർത്ഥിച്ചതിനേക്കാൾ, നിങ്ങൾ അപേക്ഷിച്ചതിനേക്കാൾ വലുതായി എൻ്റെ ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടയ്ക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം വലിയ ദൈവപ്രവർത്തികളുടെ പ്രഭാതമായി തീരട്ടെ. ഇവരുടെ കണ്ണുനീര് മാറുകയാണ്. ഇവർക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇവരെ വിലാപം നൃത്തമായി തീരുന്നതിനായി സ്തോത്രം. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ലിങ്കുകൾ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. കാരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമ്മൾ സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഈ സൂമിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. വലിയ വിടുതലുകൾ, വലിയ ദൈവപ്രവർത്തികളാണ് നമ്മുടെ സൂം ആരാധനയിൽ നടക്കുന്നത്. നിങ്ങളുടെ കണ്ണുനീര് മാറും, നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി വരും. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. എങ്കിൽ വേഗത്തിൽ തന്നെ ഈ വാട്സാപ്പിൽ ഈ സൂം ഐഡിക്ക് വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കും. വലിയ ദൈവപ്രവർത്തിക്കായിട്ട്. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ, ഓരോ ദിവസവും വെളിപ്പെടുന്ന ഈ പ്രഭാത സന്ദേശത്തിനായി വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.